എന്താണ് ഈ ലോകത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്നറിയോ? ശ്രദ്ധിക്കാതിരിക്കുക. നോട്ട് ടു പേ അറ്റൻഷൻ. നോട്ട് ടു പേ അറ്റൻഷൻ ടു വാട്ട് എവർ ഈസ് ഹാപ്പനിങ് അറൗണ്ട്, ഹാപ്പനിങ് വിതിൻ അസ്. ആൻഡ് ടു ബിലീവ് ദാറ്റ് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് ആസ് ഇറ്റ് ഓൾവേസ് ഹാസ് ബീൻ. ബിലീവ് മീ, അറ്റൻഷൻ ഇസ് ഡീപ്ലി പൊളിറ്റിക്കൽ. നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതവും സ്വാതന്ത്ര്യവും എല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നത്, നമ്മളറിയാതെ. യു വോണ്ട് ടു നോ ഹൗ, അല്ലേ? ജെയിംസ് ബാൽവിൻ എന്ന എഴുത്തുകാരൻ പറയുന്നത്, നോട്ട് എവറിത്തിങ് ദാറ്റ് ഇസ് ഫേസ്ഡ് ക്യാൻ ബി ചേഞ്ച്ഡ്, ബട്ട് നത്തിങ് ക്യാൻ ബി ചേഞ്ച്ഡ് അണ്ടിൽ ഇറ്റ് ഈസ് ഫേസ്ഡ്. അതിനി ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റെന്ത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, ഫസ്റ്റ് വി ഹാവ് ടു സീ ഇറ്റ്. വി ഹാവ് ടു പേ അറ്റൻഷൻ. വി ഹാവ് ടു അക്നോളജ് ദാറ്റ് ദർ ഇസ് എ ചാലഞ്ച്, ദർ ഇസ് എ പ്രോബ്ലം. അത് കഴിഞ്ഞാൽ മാത്രമേ അതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കാനും അതിനൊരു പരിഹാരം കണ്ടെത്താനും നമുക്ക് സാധിക്കൂ. പക്ഷേ അത് കാണാനോ അതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കാനോ നമുക്ക് സമയമില്ല. ബിക്കോസ് വി ആർ ഡിസ്ട്രാക്റ്റഡ്. വി ആർ ഡിസ്ട്രാക്റ്റഡ് മേ ബി വൈ ഇറ്റ് കുഡ് ബി ഇൻഫർമേഷൻ ഓവർലോഡ്. പഠനങ്ങൾ പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ, 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, ഏതാണ്ട് 200ഓളം പത്രങ്ങളിൽ വരുന്ന ഇൻഫർമേഷൻ, അത്രയും ഇൻഫർമേഷനാണ് ഒരു മനുഷ്യൻ്റെ മുന്നിലേക്ക് ഓരോ ദിവസവും എത്തുന്നത്. മേ ബി ത്രൂ ന്യൂ മീഡിയ, അല്ലേ, വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇങ്ങനെ ഇൻഫർമേഷൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് ഫറ്റീഗ്, തളർച്ച. ആൻഡ് അറ്റ് വൺ പോയിൻ്റ് ഓഫ് ടൈം ഹീ സ്റ്റോപ്സ് പേയിങ് അറ്റൻഷൻ. ഏതിൽ ശ്രദ്ധിക്കണമെന്നുള്ളത് അവന് നിശ്ചയമില്ലാതെയാവും. അവൻ ശ്രദ്ധിക്കുന്നത് തന്നെ മതിയാക്കും. ഈ തളർച്ചയുടെ അല്ലെങ്കിൽ ഇനറ്റൻഷൻ്റെ മറപറ്റിയാണ് നമുക്ക് ദോഷകരമായ ഒരുപാട് കാര്യങ്ങൾ അധികാരികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിവിടുന്നത്. നൗ അബൌട്ട് എ പോയിറ്റ്. വില്യം സ്റ്റാഫോർഡ് വാസ് എ വെരി ഫേമസ് 20th century American poet. A lifelong pacifist, he remained a conscientious objector in World War II. വാഷിങ്ടൺ സ്റ്റേറ്റിലെ മെത്തോ നദിക്കര, അതിനെ അടിസ്ഥാനമാക്കി അദ്ദേഹം 7 കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ദിസ് പോം ഈസ് റിട്ടൺ ഫോർ പീപ്പിൾ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ റിയൽ വാലി, മെഥോ വാലി, ബീയിങ് ആസ്ക്ഡ് ടു ലുക്ക്, തിങ്ക് ആൻഡ് കെയർ. കവിത. Sometimes you look at an empty valley like this, and suddenly the air is filled with snow. That is the way the whole world happened. There was nothing. And then, that empty valley in the poem is deceptive. Stafford is already questioning what we called empty or nothing. ശൂന്യമായ ആ താഴ്വാരം പെട്ടെന്നാണ് മഞ്ഞുകൊണ്ട് നിറയുന്നത്. ഞൊടിയിടയിൽ മഞ്ഞുകൊണ്ട് നിറയുകയാണ്. ഡ്രാമ ബിഗിൻസ്. ദിസ് വി ഹാവ് സീൻ, ഇല്ലേ? നമ്മുടെ നാട്ടിലും വളരെ ബാരനായിട്ടുള്ള ഈ സമയമുള്ള കണക്ക് വെയിലൊക്കെ ആയിട്ടുള്ള ആ ഒരു കാലാവസ്ഥ, ഇനി വരണ്ട കാലാവസ്ഥയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന അടുത്ത നിമിഷമായിരിക്കും കാറ് കൊണ്ട് കയറുന്നത്, വളരെ അപ്രതീക്ഷിതമായി. ഡ്രാമ ബിഗിൻസ്. ബട്ട് മേ ബി സം ടൈം you will look out and even the mountains are gone. The world become nothing again. What can a person do to help bring back the world? ചിലപ്പോഴിത് നേരെ തിരിച്ചാവും സംഭവിക്കുക. ഞാനിത് പല യാത്രകളിലും കണ്ടിട്ടുണ്ട്. ദൂരെയുള്ള മനോഹരമായ മലനിരകൾ, അടുത്ത നിമിഷം വീണ്ടും ഒന്നുകൂടി നോക്കുമ്പോഴേക്കും അവയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാവാം. ഒരു നിമിഷം കൊണ്ട്. മഞ്ഞോ മഴയോ കാരണമാവാം. These lines in the poem subtly refers to climate crisis. Glaciers disappearing, species and landscapes disappearing. The world just goes away.
when we stop paying attention, when we grow numb, when we get distracted. The question is, what can a person do about it? The point is not asking what can governments do about it or what can the Almighty do about it. It's a question of what a person can do about that. How can he bring back what has disappeared or still disappearing from the face of our planet? We have to watch it and then look at each other. Together, we hold it close and carefully save it, like a bubble that can disappear if we don't watch out. We have to watch it. So, the first instruction is attention. We have to let it be there in our awareness. നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് ഒരു നിമിഷം പോലും പാളിപ്പോകാൻ പാടില്ല. Then we have to look at each other. So, the world is held not by solitary contemplation and attention, but by relationship and community. Why? Because the world is that much fragile. So fragile that we have to hold our hands together in order to save it. നമ്മൾ കൈകൾ ചേർത്ത് പിടിച്ച് ശ്രദ്ധയോടെ അതിന് കാവലിരുന്നില്ലെങ്കിൽ കുമിള പോലെ അത് പൊട്ടിപ്പോകാം. കവിതയുടെ അവസാന വരികൾ. Please think about this as you go on. Breathe on the world. Hold out your hands to it. When mornings and evenings roll along, watch how they open and close. How they invite you to the long party that your life is. നിങ്ങൾ ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇതാണ്. ബ്രീത്ത് ഓൺ ദ വേൾഡ്. ദിസ് ബ്രെത്ത് ഇൻ ദി പോം ഇസ് ബോത്ത് ലിറ്ററൽ ആൻഡ് മെറ്റഫറിക്കൽ. നമ്മൾ ഈ തണുപ്പത്ത് പോകുമ്പം കൈ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കില്ലേ, ഇങ്ങനെ തിരുമ്മി, അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഊതി. എന്തിനാ? ആ കൈയുടെ വാംത്ത് നിലനിർത്താൻ, അല്ലെങ്കിൽ അതിൻ്റെ ജീവൻ നിലനിർത്താൻ, അല്ലേ? ആ ഒരു കൈൻഡ് ഓഫ് അറ്റൻഷൻ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുകൾക്ക്, ഈ പ്രകൃതിക്ക്, ഈ ലോകത്തിന് നമ്മൾ കൊടുക്കേണ്ടത്. Stafford the poet says that every sunset or every sunrise in your life is the world gently asking you to watch, to be present, to receive your life as an ongoing celebration. Don't rush through your life. Enjoy every sunrise. Enjoy every sunset. Enjoy this long party that your life is. Sometimes you look at an empty valley like this, and suddenly the air is filled with snow. That is the way the whole world happened. There was nothing, and then. But maybe sometime you will look out and even the mountains are gone. The world becomes nothing again. What can a person do to help bring back the world? We have to watch it and then look at each other. Together, we hold it close and carefully save it, like a bubble that can disappear if we don't watch out. Please think about this as you go on. Breathe on the world. Hold out your hands to it. When mornings and evenings roll along, watch how they open and close, how they invite you to the long party that your life is.